ദരിദ്രനായിട്ടുള്ള ഒരു സ്വഹാബിയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. പ്രവാചകന് തൻ്റെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള ഫാത്തിമയെ അലിക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയും ജീവിച്ചിങ്ങനെ പോകുന്ന സമയത്താണ് ഫാത്തിമ ബീവി ഗർഭിണിയാവണത്. ഗർഭിണിയായ ഫാത്തിമക്ക് മധുരമുള്ള ഈത്തപ്പഴം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ തൻ്റെ ഭർത്താവിനോട് ആഗ്രഹം പറയുന്നില്ല. കാരണം അത് വാങ്ങാനുള്ള പണം തൻ്റെ ഭർത്താവായ അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ആഗ്രഹത്തെ ഒഴിവാക്കുന്നുണ്ട് ഫാത്തിമ ബീവി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും കൂടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ ആഗ്രഹം അറിയാതെ ഫാത്തിമ ബീവി പറഞ്ഞു പോവാണ്. ഉടനെ അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം അടച്ചു വെച്ച് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. മധുരമുള്ള ഈത്തപ്പഴം എവിടെയാണ് കിട്ടുന്നത് അവിടേക്ക് പോയിട്ട് അതിൻ്റെ വില ചോദിക്കുന്നുണ്ട്. വില കേട്ടപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ കയ്യിൽ അത് മേടിക്കാനുള്ള പണം ഇല്ലായിരുന്നു. പക്ഷെ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, ഫാത്തിമ ബീവിക്ക് വേണ്ടിയിട്ട് തൻ്റെ അരപ്പട്ട ഊരി കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇതിന് എത്രയാണ് ഈത്തപ്പഴം കിട്ടുക അതെനിക്ക് തരുമെന്ന്. അങ്ങനെ കുറച്ച് ഈത്തപ്പഴമായിട്ട് അലി റളിയല്ലാഹു ഫാത്തിമ ബീവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. കയ്യിൽ വെച്ചിട്ടാണ് ഒരു മനുഷ്യന് അലി റളിയല്ലാഹുവിനെ കാണുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അലിയെ വിശക്കുന്നുണ്ട്, കുറച്ച് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, എന്തെങ്കിലും ഉണ്ടോ എന്ന് സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു തൻ്റെ കയ്യിൽ ഫാത്തിമ ബീവിക്ക് വേണ്ടി വാങ്ങിയ ഈത്തപ്പഴം ആ മനുഷ്യന് കൊടുക്കുകയാണ്. സന്തോഷത്തോട് കൂടിയിട്ട്, വിശപ്പോട് കൂടിയിട്ട് ആ മനുഷ്യന് മുഴുവനായിട്ട് ഭക്ഷിക്കുക. അലി റളിയല്ലാഹുവിനോട് നന്ദി പറയണമൊക്കെ ഉണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിൽ ഫാത്തിമ ബീവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ബാക്കിയുള്ള ഭക്ഷണം കൂടി കഴിച്ചു. കഴിക്കുന്നതിനിടയിൽ നടന്ന സംഭവങ്ങളൊക്കെ ഫാത്തിമ ബീവിനോട് അലി റളിയല്ലാഹു പറയുന്നുണ്ട്. ഇങ്ങനെ ഞാൻ വാങ്ങിയിരുന്നു, പക്ഷേ വഴിയിൽ വെച്ച് യാദൃശ്ചികമായിട്ടൊരു വ്യക്തിയെ കാണുകയും അദ്ദേഹത്തിന് ഞാൻ ആ ഭക്ഷണം കൊടുക്കുകയും ചെയ്തു എന്ന്. അലി റളിയല്ലാഹു ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് സങ്കടമായോ ഫാത്തിമ? ഞാൻ നിനക്ക് വാങ്ങിയിരുന്നു, പക്ഷേ അത് നിനക്ക് തരാത്തത് കൊണ്ട് എനിക്ക് സങ്കടമായോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫാത്തിമ ബീവി പറയുന്നൊരു മറുപടി ഉണ്ട് അലി റളിയല്ലാഹുവിനോട്, നിങ്ങളാ ഭക്ഷണം ആ പാവപ്പെട്ട വിശന്ന മനുഷ്യർക്ക് കൊടുത്തപ്പോൾ ഈത്തപ്പഴം കഴിച്ചാൽ എനിക്കുണ്ടാകുന്ന സന്തോഷത്തിലേറെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അതായിരുന്നു ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു.